إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെയും വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖിയും മുഅ്മിനും മുസ്ലിമുമായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാലാവസ്ഥകൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ രാവും പകലും അതിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, നമ്മളൊരു തണുപ്പ് കാലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വസിക്കുന്ന ഈ രാജ്യമടക്കമുള്ള പല രാജ്യങ്ങളും കടുത്ത ചൂടിലായിരുന്നു. ചൂട് സഹിക്കാൻ വയ്യാതെ പ്രയാസപ്പെട്ടവരാണ് നമ്മൾ. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് തണുപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഈ ഒരു തണുപ്പ് കാലത്ത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കേണ്ട ആ തണുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരന്മാരെ, നമുക്കറിയാം, നമ്മുടെയൊക്കെ ആയുസ്സിൽ ധാരാളം തവണ ചൂടുകളും തണുപ്പുകളും, വെയിൽ മാറി തണലാകുന്നതും തണൽ മാറി വെയിലാകുന്നതും ചൂട് മാറി മഴയാകുന്നതൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു മഹാശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ, ഇത്തരം സമയങ്ങളിൽ നമ്മുടെ ഈമാൻ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ അളമത്തിനെ സംബന്ധിച്ചും ഈ സമയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇത്തരം കാലാവസ്ഥകളിൽ, പ്രത്യേകിച്ച് നമുക്ക് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഈ തണുത്ത കാലാവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളും അവസാനിക്കുമ്പോൾ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവാണ് ഏറ്റവും കഴിവുള്ളവൻ എന്ന് പറഞ്ഞ് നമ്മൾ ഓതിപ്പോകാറുണ്ട്. എന്നാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? അങ്ങേറ്റം കഴിവുള്ളവനാണ്. ഈ കാലാവസ്ഥകളൊക്കെ മാറി മറിയുന്നത് അവൻ്റെ ഒരൊറ്റ കഴിവ് കൊണ്ടാണ്. ലോകത്തുള്ള ഒരു ശക്തികൾക്കും അതിൽ യാതൊരു പങ്കാളിത്തവുമില്ല. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പെയ്യുന്ന മഴകൾ അത് വർഷത്തിൽ 365 ദിവസവും അത് മഴ തന്നെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ തണുപ്പ് മാറാതെ ആ തണുപ്പ് തന്നെ അത് തുടരുകയാണെങ്കിൽ ആ ഒരു നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെ കഠിനമായ ചൂട്. പക്ഷേ ഇതൊക്കെ അള്ളാഹു നമുക്ക് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ രാവും പകലും മാറി മറിയുന്നു. ഈ സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് ബോധവാന്മാരാകേണ്ടതുണ്ട്. അതാണ് സഹോദരന്മാരെ, എൻ്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച
ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ഭൂമിയുടെ സൃഷ്ടിപ്പിലും രാവും പകലും വ്യത്യാസപ്പെടുന്നതിലും അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെ ഗുണപാഠങ്ങളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് ഇത്തരം കാലാവസ്ഥകൾ, ഈ അനുഗ്രഹീതമായ കാലാവസ്ഥകൾ നമുക്ക് കിട്ടുമ്പോൾ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ അപാരമായ അളമത്തിനെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവനോട് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ കൂടുതൽ ഉത്ബുദ്ധരാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാലാവസ്ഥയെ സംബന്ധിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഉമർ റളിയല്ലാഹു അൻഹു അശ്ശിതാഉ ഗനീമത്തുൽ ആബിദീൻ ഫകൂനു അൽ ഖായിമീൻ അൽ ആബിദീൻ. അതായത് ശിതാ എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസികളുടെ ഒരു ഗനീമത്തായിട്ടുള്ള വളരെ അനുഗ്രഹീതമായിട്ടുള്ള കാലഘട്ടമാണ്. ആ കാലത്ത് നിങ്ങൾ ദീർഘനേരം നിന്ന് നിസ്കരിച്ചുകൊണ്ടും മറ്റും നിങ്ങൾ യഥാർത്ഥ അടിമകളായി തീരുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ദിവസങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, പകലുകൾ വളരെ സമയ ദൈർഘ്യം കുറഞ്ഞതും രാത്രികൾ വളരെ ദൈർഘ്യമേറിയ രാത്രികളുമാണ് എന്ന് നമുക്കറിയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മർഹബൻ ബിശ്ശിതാ തതനസ്സലു ഫീഹിൽ ബറക വയതൂലു ഫീഹിൽ ഖിയാം വയഖ്സുറു ഫീഹി നഹാർ ലിസിയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ശൈത്യകാലം എന്ന് പറയുന്നത് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുകയാണ്, ആ ശൈത്യകാലത്തിലെ ദിവസങ്ങൾ, അതിന്റെ രാത്രികൾ വളരെ ദൈർഘ്യമുള്ളതാണ്, വളരെ നീണ്ട രാത്രികളാണ്. ആ രാത്രികൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഖിയാമുൽ ലൈൽ വളരെ വളരെ നല്ല രീതിയിൽ നിർവഹിക്കാൻ പറ്റുന്ന അവസരങ്ങളാണ്. അതേപോലെ വയഖ്സുറു ഫീഹി നഹാർ ലിസിയാം, അതിന്റെ പകലുകൾ വളരെ ചുരുക്കമാണ്. അല്ലേ, നമുക്കറിയാം ഇപ്പോൾ സുബൈ ബാങ്ക് കൊടുക്കുന്നത് എപ്പോഴാണ്? 5 മണിക്ക് ശേഷം, 5:10, 5:15 മഗ്രിബ് ബാങ്ക് വളരെ നേരത്തെയാണ്. വളരെ ചുരുങ്ങിയ പകലുകൾ. ഈ ദിനങ്ങളിൽ അള്ളാഹുവിന്റെ സുന്നത്ത് നോമ്പുകൾ നിർവഹിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. വളരെ റിസ്ക് കുറഞ്ഞ പകലുകളാണ് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ പകലുകളെ അള്ളാഹുവിന്റെ ഇബാദത്തുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താം. നമുക്ക് സുന്നത്ത് നോമ്പുകൾ നിശ്ചയിച്ച പല ദിവസങ്ങളുമുണ്ട്. തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം, അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളൊക്കെ സുന്നത്താക്കപ്പെട്ട സുന്നത്ത് നോമ്പുകൾ നിശ്ചയിച്ച ദിവസങ്ങളാണ്. അതേപോലെ തന്നെ പല ദിവസങ്ങളും പല നോമ്പുകളും ഫർള് നോമ്പുകളും നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകാം. അതൊക്കെ നോറ്റുവിട്ടാൻ പറ്റുന്ന ഏറ്റവും സുവർണമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് മഹാനായ പണ്ഡിതന്മാർ ഈ മാസത്തെ പരിചയപ്പെടുത്തുന്നത്. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിഅമത് സമാനുൽ മുഅ്മിനി അശ്ശിതാ. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ശൈത്യകാലം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ലൈലത്തുൻ തവീലും യഖൂമുഹു, ആ രാത്രി ദൈർഘ്യമുള്ളത് കൊണ്ട് തന്നെ അവന് അതിൽ നിന്ന് നമസ്കരിക്കാൻ സാധിക്കും. വനഹാറുഹു ഖസീറും യസൂമുഹു, ആ പകലുകൾ ചുരുങ്ങിയതായത് കൊണ്ട് തന്നെ അവന് അതിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ നോമ്പുകളുടെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള നോമ്പുകളെ സംബന്ധിച്ച് ഹദീസുകളിൽ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ചെയ്തു പോരുന്ന അമലുകൾ, സ്വാലിഹാ അമലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ദിവസങ്ങളാണ് തിങ്കളും വ്യാഴവും. അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ നോമ്പുകാരായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ആ സുന്നത്ത് നോമ്പുകളെ എടുക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ അറബി മാസത്തെ 13, 14, 15 ദിവസങ്ങളിലുള്ള ആ ദിവസങ്ങളിലുള്ള നോമ്പുകൾ നമ്മൾ നോറ്റാൽ സിയാമു സലാസത്തി അയ്യാമിൻ, ആ നോമ്പ് നോറ്റാൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് വസിയത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാധാന്യമുള്ള അമലുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ, ഈ സുവർണമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ ദിവസങ്ങളെ, കാരണം കൂടുതൽ ക്ഷീണമില്ലാത്ത, കൂടുതൽ വിശപ്പോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ട വളരെ ചുരുങ്ങിയ സമയം മാത്രമുള്ള ഈ ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ നമുക്കറിയാം. ഒരു മനുഷ്യൻ ഒരു നോമ്പെടുത്താൽ 70,000 വർഷക്കാലം അള്ളാഹു അവന്റെ മുഖത്തെ നരകത്തിൽ നിന്നും അകറ്റുമെന്നുള്ള ഹദീസുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സുന്നത്ത് നോമ്പുകൾ എടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ ശൈത്യകാലം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വചനങ്ങളിൽ, പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ നമ്മൾ കേട്ടതാണ്, ലൈലത്തുൻ തവീലു യഖൂമുഹു, അതിന്റെ രാത്രി ദൈർഘ്യമേറിയതാണ്. മഗ്രിബ് വളരെ നേരത്തെയാണ്, ഇശാ വളരെ നേരത്തെയാണ്. നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ സമയങ്ങളെ നഷ്ടപ്പെടുത്താതെ വേഗം തന്നെ കിടന്നുറങ്ങി നേരത്തെ
എഴുന്നേറ്റുകൊണ്ട് സുബഹിന്റെ മുമ്പേ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച് ശീലമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സുവർണാവസരമായിട്ട് നമ്മൾ ഇതിനെ കാണുക സഹോദരന്മാരെ. കാരണം രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തിയത് അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീല സ്വലാത്തുൽ ലൈൽ, നിങ്ങളുടെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്നുള്ളത് അത് രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരം എന്നുള്ളത് റമളാൻ മാസം വരുമ്പോൾ മാത്രം നിർവഹിക്കേണ്ട ഖിയാമുൽ ലൈലല്ല, അത് സുന്നത്തുൽ മുഅക്കദായ വളരെ ഫളലുള്ള ആ നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ആ രാത്രികളിൽ നമ്മൾ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ആ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ നേരത്തെ കിടന്നുറങ്ങുവാൻ ശീലമാക്കുക. ഇന്ന് നമുക്കറിയാം പല ആളുകളും ഉറക്കത്തിന് വേണ്ടി തയ്യാറെടുത്താൽ തന്നെ മണിക്കൂറുകളോളം അവന്റെ കയ്യിലുള്ള സെൽഫോൺ ഓണാക്കിക്കൊണ്ട് അതിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഉറക്കം പാഴാക്കിക്കൊണ്ട് വളരെ നേരം വൈകി ഉറങ്ങുന്ന ശീലങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം പോലെ നമ്മുടെ കൂടെയുള്ള ആ മൊബൈലിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ആ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിച്ച് ആ സുബഹി ജമാഅത്തിൽ പങ്കെടുത്താൽ എത്ര പ്രതിഫലമാണ് നമുക്ക് കിട്ടുക. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് റക്അത്ത ഖബലൽ ഫജ്രി ഖൈറുദ് ദുനിയ വമാ ഫിഹാ, സുബഹിന്റെ മുമ്പുള്ള സുബഹി നമസ്കാരമല്ല, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം എന്നുള്ളത് ഈ ദുനിയാവും ആ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും ഉത്തമമായ കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ സിമ്മത്തില്ലാ, ഒരാൾ സുബഹി ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ ആ രാത്രി വരെ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. എന്തെല്ലാം പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. ആ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ശീലിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ശീലമാണ് തഹജ്ജുദ് നമസ്കാരവും അതേപോലെ തന്നെ ഈ സുന്നത്ത് നമസ്കാരവും അതേപോലെ സുബഹി ജമാഅത്തൊക്കെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗൗരവങ്ങൾ ഇത്തരം കാലഘട്ടത്തിൽ ഈ കാലാവസ്ഥയിൽ അതിന്റെ സുഖത്തിൽ നമ്മൾ കിടന്നുറങ്ങാതെ അത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ കിട്ടിയ ഒരു നല്ലൊരു അവസരമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിന് നമ്മൾ മുന്നോട്ട് ഇറങ്ങി വരിക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതേപോലെ സഹോദരന്മാരെ, ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കർമ്മമാണ് അൽ ഇസ്തിഗ്ഫാർ. നേരത്തെ നമ്മൾ എഴുന്നേൽക്കുന്ന ആ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. കാരണം നമ്മളൊക്കെ ദിവസവും ധാരാളം തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായിട്ടുള്ള പല തെറ്റുകളും വന്നു പോകുന്ന അടിമകളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടുക. അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തന്നെ തൻ്റെ അടിമകൾ ആരാണ് ഇസ്തിഗ്ഫാർ തേടുന്നത് അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി, ആരാണ് എന്നോട് സഹായം ചോദിക്കുന്നത് അവർക്ക് സഹായിക്കുവാൻ വേണ്ടി തയ്യാറായി ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നൊക്കെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ താൻ ചെയ്ത തെറ്റ് മറ്റ് യാതൊരുവിധ ശല്യങ്ങളോ ഒച്ചപ്പാടുകളോ ബഹളമോ ഒന്നുമില്ലാതെ ഏകാന്തനായി നിന്നുകൊണ്ട് നമസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പൊറുക്കലിനെ തേടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. കാരണം ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ റിസ്ക് വർദ്ധിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാനൊക്കെ അത് കാരണമായി തീരും. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണവും അള്ളാഹുവിന്റെ കോപവും അതുപോലെ ബലാവുകളൊക്കെ നീങ്ങിക്കിട്ടുവാൻ വേണ്ടി ഏറ്റവും കാരണമായിട്ടുള്ള കാര്യമാണ് ഇസ്തിഗ്ഫാർ. നമുക്കറിയാം പല പരീക്ഷണങ്ങളുടെയും പല പ്രയാസങ്ങളുടെയും സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഇസ്തിഗ്ഫാറിനെ അതിനോട് യോജിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അൽ ഇൻഫാഖു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, ഈ തണുപ്പ് കാലത്ത് നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ ഒരു ഇത്തരം സാഹചര്യങ്ങളിൽ പാവപ്പെട്ടവരെ സഹായിക്കുക,
നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഇപ്പോൾ തണുപ്പ് കാലമാണ്. തണുപ്പിൻ്റെതായ പ്രയാസങ്ങൾ കൊണ്ടും മറ്റും ജോലിക്ക് പോകാൻ കഴിയാത്ത ധാരാളം ആളുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളും പുതപ്പുകളും വാങ്ങാനോ അതിനനുസരിച്ച് ജീവിക്കാനോ പറ്റാത്ത എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റും നമുക്ക് കണ്ടെത്താൻ കഴിയും. കൃത്യമായ അതിനെ പ്രതിരോധിക്കുന്ന പാർപ്പിട സൗകര്യങ്ങളില്ലാത്ത ആളുകളെ ഇവിടെയും നാട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവരെയൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തുന്ന കൂട്ടായ്മകളിലേക്ക് അതിൻ്റെ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്കതിൽ പങ്കാളികളാകാം. അത് നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ അതൊരു കാരണമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ശൈത്യകാലത്ത് അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ, തണുപ്പിന്റെ ഡ്രസ്സില്ലാതെ, പുതപ്പില്ലാതെ, പാർപ്പിട സൗകര്യമില്ലാതെ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുന്ന അത്തരം ആളുകളെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് സഹായം എത്തിക്കുക എന്നുള്ളൊരു സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അതും ഇതിന്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ അശുക്രിലില്ല, അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുക. നമുക്കറിയാം നമ്മളൊക്കെ ഇതിനെ പ്രതിരോധിക്കാനുള്ള എത്രയോ വസ്ത്രങ്ങളും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുക്കി ജീവിക്കുന്ന ആളുകളാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്ന അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഏത് സമയത്തും അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. പ്രത്യേകം ഇത്തരം സന്ദർഭങ്ങളിൽ ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മളൊന്നും അനുഭവിക്കുന്നില്ല, പ്രയാസം നമ്മൾ അനുഭവിക്കില്ല. നമുക്ക് ചൂടുവെള്ളത്തിന് ചൂടുവെള്ളമുണ്ട്, നമുക്ക് ധരിക്കാനുള്ള ഡ്രസ്സുകളുണ്ട്, നമുക്ക് പുതക്കാനുള്ള പുതപ്പുണ്ട്, നല്ല നല്ല പാർപ്പിട സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് സംവിധാനിച്ചു തന്ന ഏകനായ അള്ളാഹുവിനെ ഓർക്കുകയും അവന് നന്ദിയുള്ളവനായി തീരുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വളരെ അസന്ധിഗ്ധമായിട്ട് പറയുന്നുണ്ട്, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു വളരെ അസന്ധിഗ്ധമായിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന നന്മകൾക്ക് നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ എന്നോട് നന്ദി ചെയ്താൽ ലഅസീദന്നകും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. ഇനി നിങ്ങൾ അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള നന്ദികേട്, വലഇൻ കഫർതും നിങ്ങൾ നന്ദികേടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വളരെ അസന്ധിഗ്ധമായിട്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമുക്ക് ലഭിച്ച ഈ നന്മകൾക്കൊക്കെ, ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരായിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പരമാവധി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകൾക്കെല്ലാം അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുത്ത് രോഗങ്ങളൊക്കെ ശിഫിയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠ സഹോദരന്മാർ, കൂട്ടുകാർ, കുടുംബക്കാർ, അയൽവാസികൾ, പരിചയക്കാർ, ഇവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ വഖുറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖിമിസ് സലാത്ത്.